ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ടൈലറിങ് ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് കാണാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞ പോലെ തന്നെ 30 ദിവസം കൊണ്ട് നമ്മൾ ഒരു ടൈലറിങ് ഷോപ്പ് വെച്ച് നമ്മൾ സമ്പാദിക്കുന്ന അളവിനെ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ഈ ടൈലറിങ് വീഡിയോ ആരംഭ സ്റ്റേജിലുള്ളവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കുക, എല്ലാ കൂട്ടുകാരും കണ്ടു നോക്കുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു ബ്ലൗസാണ് കട്ടിങ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിന് അളവ് ബ്ലൗസ് ഇല്ല. അളവ് ബ്ലൗസ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് കട്ടിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നതെന്ന് വീഡിയോയിലേക്ക് കാണാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഞാൻ 1 മീറ്റർ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബോർഡറുള്ള ഈ ഭാഗം, ഇത് മുറിച്ചിരിക്കുന്ന ഈ ഭാഗമാണ്. ഇത് ബോർഡറുള്ള സൈഡാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോർഡറുള്ള സൈഡ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ എഴുത്തുണ്ടല്ലോ, ഈ എഴുത്ത് ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കൈ പീസ് മുറിച്ച് എടുക്കാൻ പോവുക. ഇത് മുറിച്ച് മാറ്റി കൊടുക്കാം ആദ്യം. ഇത് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു മെഷർ ചെയ്യുമ്പം നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഈ എഴുത്ത് നമുക്ക് പുറത്ത് ചീത്തയായിട്ടൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ എഴുത്ത് ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ തയ്ച്ചെടുക്കാൻ പോകുന്ന ബ്ലൗസിൻ്റെ കൈ നീളം നമുക്ക് ഒരു 10.5 ഇഞ്ച്, അവരുടെ അളവ് 9.25 ഇഞ്ച് അവർക്ക് കൈയിൻ്റെ നീളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ ഭാഗത്തിലേക്ക് തുന്നിക്കൊടുക്കാനും ഷോൾഡർ ഭാഗത്തിലേക്ക് തയ്ച്ച് പിടിപ്പിക്കാനും ഉള്ളത് കൂടെ കൂട്ടി മൊത്തത്തിലേക്ക് 10.5 ഇഞ്ച് വെച്ചിട്ട്, ഇത് ഷോൾഡർ ഭാഗം, ഇത് ആം ഹോളിൻ്റെ ഭാഗം, ഇവിടെ 9 ഇഞ്ച് വെച്ചിട്ട് മുകളിലേക്ക് ഷോൾഡർ ഭാഗത്തിലേക്ക് 10.5 ഇഞ്ച് വെച്ച് ഇതിങ്ങനെ ഒന്ന് മുറിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ കൃത്യമായ അളവിനെ വെച്ച് തയ്ച്ച് കാണിക്കാം. വീഡിയോ ഒന്ന് എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാഗിലുള്ള പീസാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഒരു ബോർഡർ സൈഡിലേക്ക് കൈ പീസ് മുറിച്ച് മാറ്റി ഒരു ബോർഡർ സൈഡിലുള്ളത് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡാണ് മുറിച്ചെടുക്കുക. മൊത്തത്തിലേക്ക് 38 ഇഞ്ച് അളവുള്ള ബ്ലൗസാണ് ഇപ്പോൾ നമ്മൾ കണ്ടു നോക്കാൻ പോകുന്നത്. ആ 38 ഇഞ്ച്, 38, 40, 42 ഇഞ്ച് വരെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോ യൂസ് ആകും. ഈ 3 മെഷർമെൻറ്റിലും ഉള്ള അളവ് നമുക്ക് ഒത്തിരി ഒന്നും വ്യത്യാസപ്പെടത്തില്ല. ഒരു 4 ഇഞ്ച് അതുപോലെയൊക്കെ മിസ്റ്റേക്ക് വരുവുള്ളൂ. അത് നമ്മൾ ഒരു ശകലം കയറ്റി ഇറക്കി വെക്കി തയ്ച്ച് കൊടുത്താൽ മതി. അത് അത്രയ്ക്കൊന്നും വ്യത്യാസപ്പെടത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ 3 അളവിന് ചേരുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഇറക്കം അവർക്ക് 13.5 ഇഞ്ച് ആവശ്യമുണ്ട് കേട്ടോ. 13.5 ഇഞ്ച് ആവശ്യമുണ്ട്. 13.5 ഇവിടെ വരെയുണ്ട്. അപ്പം നമ്മൾ ഈ താഴെ ഭാഗം തുന്നിക്കൊടുക്കാനും ഷോൾഡർ ഭാഗം തയ്ച്ച് പിടിപ്പിക്കാനും ഉള്ളത് കൂടെ കൂട്ടി 15 ഇഞ്ച് വെച്ച് നീളം, ബ്ലൗസിൻ്റെ നീളം മാർക്ക് ചെയ്യുന്നു. അപ്പം 38 ഇഞ്ചാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. ഈ 38 ഇഞ്ച് നമുക്ക് പെട്ടെന്ന് അത് കൂട്ടി കുറച്ച് നമുക്ക് കണക്ക് നോക്കാൻ പറ്റത്തില്ല, അളവ് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചി ടേപ്പ് വെച്ചിട്ട് 38 വരെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ 38-ലെ പാതി 19, ഈ 19ഉം അതിൻ്റെ പകുതി നമ്മൾ നോക്കുമ്പം 9.25 ഇഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഈ 9.25 ഇഞ്ച് ആവശ്യപ്പെടും.
എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് ക്ലോത്ത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഒരു മെഷർ ചെയ്ത് കൊടുക്കാം. അവരുടെ ആംഹോളിൻ്റെ അളവ് 38 അല്ലേ, അത് ഇപ്പോൾ നമ്മൾ ഒരു 7.5 ഇഞ്ച് വെച്ചിട്ട് നീളം, ആംഹോളിൻ്റെ നീളം 7.5 ഇഞ്ച് വെച്ച് നമ്മളൊരു മാർക്ക് ചെയ്തു. കഴുത്ത് ഭാഗം അവർക്ക് 3.5 ഇഞ്ച് മതി. ഇത് കഴുത്ത് ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ കഴുത്ത് ഭാഗം തൊട്ട് ഇവിടെ 3.25 ഇഞ്ച് വരെ ഷോൾഡർ ഭാഗം. ഇത് കണ്ടില്ലേ, ഇത് ഷോൾഡർ ഭാഗം. കഴുത്തിൻ്റെ നീളം അവർ ഒത്തിരി ഇറക്കിയൊന്നും കഴുത്ത് ഭാഗം വയ്ക്കത്തില്ല, അതുകൊണ്ട് ഒരു 7 ഇഞ്ച് മതി. ഈ 7 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കർവായിട്ട് ചരിച്ച് ഈ കഴുത്ത് ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ ഷോൾഡർ ഭാഗം ഇവിടെ തൊട്ട് ഈ 7.5 ഇഞ്ച് വെച്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇതല്ലേ, ഇതാണ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം. മൊത്തത്തിലേക്ക് നമുക്ക് ആവശ്യപ്പെടുന്ന അളവ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ തൊട്ട് ഇവിടെ ഒരു കർവായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് 1.25 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയ്ക്കാണ് അവരുടെ അളവ്. ഇതിനെക്കാട്ടിലും 2 ഇഞ്ച് കൂടുതലായിട്ട് തയ്യൽ തുമ്പിനെ വെച്ച് നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. മനസ്സിലാകാത്ത കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റും കൂടെ ഇതൊന്ന് റിപ്ലൈ ചെയ്തു തരാം കേട്ടോ. എൻ്റെ അളവ് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ ആഗ്രഹമുണ്ട്, വീട്ടിൽ മെഷീനുണ്ട്, പക്ഷേ തയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഒന്ന് കണ്ടു നോക്കുക. ഒത്തിരി യൂസാകും, ഒത്തിരി വളരെ എല്ലാവർക്കും യൂസാകുന്ന രീതിക്കാണ് പറഞ്ഞു തരുന്നത്, കോളേജിൽ പോകുന്ന പിള്ളേർക്കും എല്ലാവർക്കും. അപ്പം ഇത് നമുക്ക് ആംഹോളിൻ്റെ ഭാഗമാണ്, ഇത് നമ്മുടെ ചുറ്റളവാണ്. ഈ ഭാഗം നമ്മൾ എക്സ്ട്രായിട്ട് കൂട്ടിയിരിക്കുന്നത് തയ്യൽ തുമ്പിനുള്ള ഈ 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിപ്പം വരച്ചിരിക്കുന്ന ഈ ഭാഗത്തിൽ തന്നെ മുറിച്ച് മാറ്റിയെടുക്കാം. ഇവിടെ ഒരു പെൽപ്പിന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മറക്കാതെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 30 ദിവസം കൊണ്ട് നിങ്ങളെ ഒരു ടൈലറായിട്ട് മാറ്റാം. അപ്പം ഒന്നും അറിയാത്തവരും തയ്ച്ചെടുക്കാവുന്ന രീതിക്കാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഒന്ന് കണ്ട് നോക്കിയിട്ട് എല്ലാ കൂട്ടുകാരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ബാഗിലുള്ള പീസ് നമ്മൾ മുറിച്ച് മാറ്റിയെടുത്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഫ്രണ്ട് ഒന്ന് കാണാം. ബൈ.